വണ്ടിയുടെ പെർഫോമൻസിലും മൈലേജിലും കാര്യമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല പോസിറ്റീവ് ഇഫക്റ്റ് തന്നെയാണ് എനിക്ക് ഈ കാരണം ഉണ്ടായത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ആമസോൺ എന്നാണ് ഞാൻ വാങ്ങിയത്. യു ക്യാൻ സി Amazon.in. സോ ആമസോൺ എന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ആണ്. ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ 3 വീലർ ഓട്ടോ അല്ലെങ്കിൽ ബൈക്ക് ഇത്തരം വണ്ടികളുടെ കാർബറേറ്റർ അഥവാ ഫ്യൂൽ ഇഞ്ചക്ടറുള്ള ടൈപ്പാണ് ഫ്യൂൽ ഇഞ്ചക്ടർ, അല്ലാത്തതിന് കാർബറേറ്റർ. അതായത് ഫ്യൂൽ സിസ്റ്റം, അത് ഏത് മെത്തേഡ് ആണെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ആണിത്. അത് ക്ലീൻ ചെയ്യാൻ മീൻസ് ഇത് നമ്മുടെ പെട്രോളിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എന്നിട്ട് നമ്മുടെ വണ്ടി കാഷ്വൽ ആയിട്ട് ഓടുന്ന പോലെ ഓടിക്കഴിഞ്ഞാൽ വണ്ടിന്റെ ഇഞ്ചക്ടർ ക്ലീൻ ആവും എന്നാണ് പറയുന്നത്. ഇത് മുമ്പ് ഞാൻ ഒരിക്കൽ എന്റെ കാറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡീസൽ കാർ വേറൊരു കമ്പനിയുടെ, ഇതേ കമ്പനിയുടെ തന്നെ ഡീസലിന് സെപ്പറേറ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് പെട്രോൾ വണ്ടികൾക്കുള്ളതാണ്. ഓക്കെ, 2 വീലർ പിന്നെ പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 വീലേഴ്സിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അന്ന് എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഡീസൽ കാറിന് എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. സ്മോക്ക്, വാഹനത്തിന്റെ സ്മോക്ക് കുറഞ്ഞു. അതുപോലെ പെർഫോമൻസ് മാറി. മറ്റേ ആദ്യം AC ഓൺ ആക്കിയാൽ ഏകദേശം പവർ കുറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രോബ്ലംസ് ഒന്നുമില്ല. അതുപോലെ നിലവിൽ എന്റെ ബൈക്ക് ഹോണ്ട CBR ആണ്, ഫ്യൂൽ ഇഞ്ചക്ടർ ടൈപ്പ് വണ്ടിയാണ്. ആ വാഹനത്തിന് ചെറിയൊരു മിസ്സിംഗിന്റെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ മെക്കാനിക്സിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യണം, അയച്ചിട്ട് ക്ലീൻ ചെയ്യണം പറഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയം ശരിയാവോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഏതായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ പെട്രോളിന്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് പ്രൊഡക്റ്റ്. ഇതിന്റെ പ്രൈസ് 150 രൂപ മാത്രമേ ഉള്ളൂ. 150 രൂപ. 150 രൂപക്ക് നമ്മുടെ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാം. അപ്പൊ ഏതായാലും പരീക്ഷിക്കാലോ. നമ്മൾ കടയിൽ കൊടുത്തിട്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുന്ന ഏകദേശം ഒരു 500 രൂപന്റെ അടുത്ത് എങ്ങനെയാലും ആവും. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ്. ഇഫ്ടെക്സ് എന്നാണ് കമ്പനി. ഈ ഇഫ്ടെക്സിന്റെ ഡീസൽ ഇഞ്ചക്ടർ ക്ലീനർ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ കാറിൽ, ഫോർഡ് ഫിയസ്റ്റ കാറിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ തന്നെ ഞാൻ എന്റെ ബൈക്കിനും കൂടി പരീക്ഷിക്കാൻ പോകുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ബൈക്കിന് ഇഞ്ചക്ടർ ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നത്, അഥവാ ഫ്യൂൽ സിസ്റ്റം ക്ലീനേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് ഗുഡ് ഇഫക്റ്റ് ആണ് കിട്ടിയതെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് പോസിറ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാനിത് അപ്ലോഡ് ചെയ്യില്ലല്ലോ. ഞാൻ അപ്ലോഡ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക. പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഈ പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഇത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. നമ്മള് ഇത് പാക്കിംഗ് ഓപ്പൺ ചെയ്ത ശേഷം ഇതിന്റെ സൈസ് അളവ് ഇതിലുണ്ട്, ml മെഷർമെന്റ്. ഇതിന്റെ മെഷർമെന്റ് ഹാഫ് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സിനുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മളിത് ഈ ബോട്ടിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിലെ ഈ ട്യൂബിലൂടെ വെള്ളം അളവ്, അതായത് ഈ ലിക്വിഡ് ഇതിൽ വന്ന് നിറയും. അപ്പൊ നമുക്ക് വേണ്ട മെഷർമെന്റ് പ്രകാരം നമുക്ക് ഇതിലേക്ക് നടത്താവുന്നതാണ്. 5 ml 10 ml. ഇപ്പൊ ഇതിലിപ്പോ ഉള്ളത് 10 ml ആണ്. 10 ml ആണ് ഇത് ഫുള്ള് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ സൈസ്. അപ്പൊ 10 ml. ഇത് കമ്പനി അവകാശപ്പെടുന്നത് ഇത് ഒഴിക്കേണ്ട രീതി
1 ലിറ്റർക്ക് 1 ml അങ്ങനെ ഉപയോഗിക്കാം. ഇനി കുറച്ചും കൂടി ഭയങ്കര ക്ലീൻ, അധികമായിട്ട് ക്ലീൻ ചെയ്യേണ്ട വണ്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 ml വരെ മാക്സിമം ഉപയോഗിക്കാം 1 ലിറ്റർക്ക്. അതിൽ കൂടാൻ പാടില്ല. അതിൽ കൂടിയാൽ നമ്മുടെ ഫ്യൂൽ സിസ്റ്റത്തിനെ അത് ബാധിക്കും. കാരണം പെട്രോളിന്റെ അളവിനേക്കാളും ഇത് കൂടുതലായി വരും. അപ്പൊ നമ്മൾ പെട്രോൾ വണ്ടിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ഉള്ള ഒരു പ്രോബ്ലം ആണ് ഉണ്ടാവുക സാധാരണ. അപ്പൊ ഇതിന്റെ അളവ് മാറരുത്. നമുക്ക് മിനിമം ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 1 ലിറ്റർക്ക് 1 ml എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇതിലുള്ള അളവ് 10 ml ആണ്. ഇപ്പൊ ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത്. അപ്പൊ ഇത് 10 ml ആണ്. ഇത് എനിക്ക് 10 ലിറ്റർക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 5 ലിറ്റർക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല. കാരണം 1 ലിറ്റർക്ക് മാക്സിമം 5 ml, അതിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറഞ്ഞു നിൽക്കുന്ന ടൈമിൽ നമ്മൾ അധികം ഒഴിക്കാൻ പാടില്ല. എത്രയാണോ ടാങ്കിൽ എണ്ണ ഉള്ളത്, എണ്ണ ടാങ്കിൽ എത്രയാണോ എണ്ണ ഉള്ളത്, എത്ര ലിറ്റർ ആണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ബെറ്റർ, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ 10 ml എടുക്കുക. എന്നിട്ട് നമ്മുടെ ഡീസൽ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പമ്പെന്ന് എണ്ണ അടിക്കുക. 10 ലിറ്റർ എണ്ണ അടിക്കുക, അല്ലെങ്കിൽ 5 ലിറ്റർ എണ്ണ അടിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് ഓടി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് മാറിയിട്ടുണ്ടാവും. എന്റെ കാറിന്റെ റിസൾട്ട് അങ്ങനെയാണ്, അപ്പൊ ബൈക്കിന്റെ റിസൾട്ടും അങ്ങനെയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇത് ഒഴിക്കുന്നത് ഞാൻ കാണിച്ചു. എന്റെ ഈ ബൈക്കിൽ ഇപ്പൊ ഏകദേശം ഹാഫ് ടാങ്ക് എണ്ണ ഉണ്ട്. കാരണം ഇതില് 6 കട്ട വരെയാണ് ഫുള്ള്. അപ്പൊ ഇതിലിപ്പം 3 കട്ട ഉണ്ട്. അപ്പൊ ഏകദേശം ഹാഫ് ടാങ്ക് എണ്ണ ഉണ്ട്. ഇതിന്റെ ലിറ്റർ, ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്റർ ആണ്. അപ്പൊ 16.2 ലിറ്റർ ഇതിലുണ്ടാവും നമുക്ക് കരുതാം. അപ്പൊ ഇനി ടാങ്കിലേക്ക് ഒഴിക്കാണ് വേണ്ടത്. ഇതാണ് എന്റെ ബൈക്ക്, ഹോണ്ട CBR ആണ്, CBR 150. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് 4 വാൾവ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ഇതിന്, കാർബറേറ്റർ അല്ല. അപ്പൊ നമുക്ക് ഇതില് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്യേണ്ട രീതി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ ഫോർ യൂസ് അറ്റ് റേറ്റ് ഓഫ് 2 ml per ലിറ്റർ. അതായത് 1 ലിറ്റർക്ക് 2 ml എന്നുള്ള കണക്കിലാണ് നമ്മളിത് ചേർക്കേണ്ടത്. അപ്പൊ ഈ വണ്ടിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം 6.5 ലിറ്റർ അല്ലെങ്കിൽ 6 ലിറ്റർ പെട്രോൾ ആണ് ഇതിലുള്ളത്. അപ്പോൾ 6 + 6 12 ml നമുക്കിതിൽ ഒഴിക്കാൻ പറ്റും. അപ്പൊ ഞാനത് ചെയ്ത് നോക്കാണ്. അപ്പൊ ഇതിലിപ്പോ 10 ml ഉണ്ട്. 10 ml ഇതെങ്ങനെ നടക്കുന്ന വെച്ചാൽ നമ്മൾ ഈ ബോട്ടിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഫില്ലാവും ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ 5 ml വരുന്നുണ്ട്, ഇവിടെ 10 ml വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലിപ്പോ 10 ml ആണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാണ്. നമ്മൾ എത്ര ഒഴിച്ചാലും അത്രേ പോവുള്ളൂ. ഇനി ബാക്കിയുള്ളതിൽ വരില്ല. അതാണ് ഈ ബോട്ടിലിന്റെ ഒരു പ്രത്യേകത. ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഇതിലേക്ക് കയറാണ് ചെയ്യാം. ഉണ്ടോ, ഈ ലിക്വിഡ് ഇതിലേക്ക് നിറയുന്നേ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ്. എന്നിട്ട് ടാങ്കിലേക്ക് ഒഴിക്കുക. ഇനി ടാങ്ക് അടക്കാം. ഇനിയിപ്പോൾ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇപ്പോൾ കാണില്ല. ഏകദേശം ഒരു 30 കിലോമീറ്ററെങ്കിലും ഓടണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ പെട്രോള് ഇഞ്ചക്റ്റഡ് ഫ്യൂൽ സിസ്റ്റത്തിലെത്തിയിട്ട് അത് ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ കറക്റ്റ് മാറ്റം വരാൻ കുറച്ച് ടൈം എടുക്കും. കാറ് ഏകദേശം 100 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത് മാറ്റം മനസ്സിലാവാൻ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആർക്കും വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. 150 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, സീ യു.